നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെടുക്കുന്ന വലിയ തീരുമാനങ്ങളിലൊക്കെ നമ്മുടെ തലച്ചോറിന് മാത്രമല്ല ശരീരത്തിനും ഒരു പ്രധാന പങ്കുണ്ടെന്ന്? വാൾസ്ട്രീറ്റിലെ സാമ്പത്തിക ലോകത്തെ ഒരു ഉദാഹരണമാക്കി നമ്മുടെ ഉള്ളിലെ ഈ ബയോളജി എങ്ങനെയാണ് നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പെട്ടെന്നൊരു ദിവസം മുകളിലേക്കും താഴേക്കും പോകുന്നത് കാണുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് നമ്മളൊക്കെ ആലോചിക്കാറില്ലേ? അപ്പോൾ ഈ ലോകം മുഴുവൻ കണക്കുകൾ വെച്ച് മാത്രമാണോ ഓടുന്നത്, അതോ വേറെ എന്തെങ്കിലും കളികളുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇൻവെസ്റ്റേഴ്സൊക്കെ ഭയങ്കര കണക്കുകൂട്ടി ഡേറ്റയൊക്കെ നോക്കി കൂളായിട്ട് തീരുമാനമെടുക്കുന്നവരാണെന്നല്ലേ? പക്ഷേ മുമ്പൊരു വാൾസ്ട്രീറ്റ് ട്രേഡറായിരുന്ന ജോൺ കോട്സ് പറയുന്നത് വേറൊരു കാര്യമാണ്. നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് യുക്തി മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളും പേടിയുമൊക്കെ പോലുള്ള സംഗതികൾ കൂടിയാണത്രേ. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു റിസ്ക് എടുക്കുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാ പ്രതികരിക്കുന്നതെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഒരു പുലിയുടെ മുന്നിൽ പോയി പെട്ടാൽ എങ്ങനെയിരിക്കും? ഏകദേശം അതുപോലെ. ഇതിനെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, അതായത് ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത്. മാർക്കറ്റിലൊരു അനിശ്ചിതത്വം കാണുമ്പോഴേക്കും ട്രേഡർമാരുടെ ഉള്ളിൽ ഈ ഒരു അവസ്ഥ വരും. ഹൃദയമിടിപ്പ് കൂടും, ശ്വാസമെടുക്കാൻ പാടുപെടും, ശരീരം ശരിക്കും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെയാവും. ശരി, അത് തകർച്ചയുടെ കാര്യം. ഇനി മാർക്കറ്റ് മുകളിലേക്ക് കുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാമല്ലേ? ഇവിടെയാണ് കഥാനായകൻ വരുന്നത്, ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ. ഈ വിന്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയാണ്. ഒരു ട്രേഡ് വിജയിക്കുന്നു, അപ്പോൾ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടും. ഇത് ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ എന്തു ചെയ്യും? അടുത്തത് ഇതിലും വലിയ റിസ്ക് എടുക്കും. അതും വിജയിച്ചാലോ? വീണ്ടും ടെസ്റ്റോസ്റ്ററോൺ കൂടും, ആത്മവിശ്വാസം കൂടും. ഈ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് വിജയം തന്നെ ഒരു ലഹരിയായി മാറുന്നു. തുടർച്ചയായി ജയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതൊരു കെമിക്കൽ ഹൈ ആണ്. മാർക്കറ്റിൽ വലിയ കുമിളകൾ, അതായത് ബബിൾസ് ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം ഈ ലഹരിയാണ്. ഈ വിന്നർ ഇഫക്റ്റിന്റെ ഏറ്റവും അപകടം പിടിച്ചൊരു സ്റ്റേജാണ് ഈ ഹ്യൂബ്രിസ് സിൻഡ്രോം. ഇവിടെ എത്തുമ്പോൾ ആത്മവിശ്വാസം അഹങ്കാരമായി മാറും. എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല എന്നൊരു തോന്നൽ വരും. പിന്നെ സംഭവിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ കഥയിലെ ആ നാടകീയമായ വഴിത്തിരിവിലേക്ക് വരാം. വിജയത്തിന്റെ ലഹരിയിൽ പറന്നു നടന്ന ആ കാലം കഴിഞ്ഞു. ഇനി തകർച്ചയുടെയും ഭയത്തിന്റെയും സമയമാണ്. കാരണം ഏതൊരു കുതിപ്പിനും ഒരു അവസാനമുണ്ട്. എല്ലാ കുമിളകളും ഒരുനാൾ പൊട്ടും. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ പ്രധാന കളിക്കാരൻ വരുന്നത്, കോർട്ടിസോൾ. ഇതിനെ നമ്മുടെ ശരീരത്തിന്റെ ഒരു അലാറം സിസ്റ്റം എന്ന് വിളിക്കാം. ടെൻഷനും പേടിയുമൊക്കെ വരുമ്പോൾ ശരീരം പുറത്തുവിടുന്ന ഹോർമോണാണിത്. മാർക്കറ്റ് ഇടിയുമ്പോൾ ട്രേഡർമാരുടെ ശരീരം ഈ കോർട്ടിസോൾ കൊണ്ട് നിറയും. അപ്പോൾ നോക്കൂ, മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ നമ്മളെ ധീരരാക്കുന്നു, വലിയ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷെ അതേ മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴോ കോർട്ടിസോൾ നമ്മളെ പേടിപ്പിക്കുന്നു, വേഗം എല്ലാം വിറ്റ് രക്ഷപ്പെടാൻ തോന്നിപ്പിക്കുന്നു. കണ്ടില്ലേ, ഒരേ ആളുടെ സ്വഭാവം ഹോർമോണുകൾക്കനുസരിച്ച് എത്ര പെട്ടെന്നാണ് മാറുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വാൾസ്ട്രീറ്റിലെ ട്രേഡർമാർക്ക് മാത്രമുള്ളതല്ല കേട്ടോ. ഇത് നമ്മളെല്ലാവർക്കും ബാധകമാണ്, നമ്മുടെയൊക്കെ ദിവസേനയുള്ള തീരുമാനങ്ങളിൽ. നമ്മൾ ഈ ഉൾവിളി അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, അതിനൊരു ശാസ്ത്രീയമായ വിശദീകരണമുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ്, ശ്വാസം, വയറ്റിലൊരു പിരിമുറുക്കം, ഇതൊക്കെ വെറും തോന്നലുകളല്ല. ഇതെല്ലാം നമ്മുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്ന യഥാർത്ഥ ഡേറ്റയാണ്. ഇതിനെയാണ് ഇന്ററോസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, നമ്മുടെ ഉൾവിളിയെ എപ്പോൾ വിശ്വസിക്കണം? എല്ലാ ഗട്ട് ഫീലിംഗും ശരിയായിരിക്കുമോ, അതോ ചിലപ്പോഴത് നമ്മളെ ചതിക്കുമോ? അതിനുള്ള ഉത്തരം ഇതാണ്. ഉൾവിളി എന്ന് പറയുന്നത് അനുഭവസമ്പത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു പാറ്റേൺ തിരിച്ചറിയലാണ്. സ്ഥിരതയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായ ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു കാര്യത്തിൽ നിന്നുള്ള ഉൾവിളിയാണെങ്കിൽ അതിനെ വിശ്വസിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഈ അറിവ് വെച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമുണ്ട്? നമ്മുടെ ശരീരത്തിന്റെ ഈ പ്രതികരണങ്ങളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? അതിനുള്ള ചില വഴികൾ നോക്കാം. നോക്കൂ, ഒരു വലിയ വിജയത്തിന് ശേഷം നിങ്ങൾക്ക് ലോകം കീഴടക്കിയ പോലെ തോന്നുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചോ, അത് ചിലപ്പോൾ സംസാരിക്കുന്നത് ടെസ്റ്റോസ്റ്റീറോണായിരിക്കാം. ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതി പ്ലാനുകളൊന്നും മാറ്റരുത്. പിന്നെ വ്യായാമം ചെയ്യുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. നിങ്ങളുടെ ഉൾവിളികളെ തള്ളിക്കളയരുത്, അതിനെ മറ്റൊരു ഡാറ്റയായി കണക്കാക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോടും അഭിപ്രായം ചോദിക്കുക. അപ്പോൾ ആ അഹങ്കാരത്തിന്റെ കെണിയിൽ വീഴാതെ നോക്കാം. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു വലിയ തീരുമാനമെടുക്കാൻ പോകുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ യുക്തിയും കണക്കുകൂട്ടലുകളുമാണോ, അതോ നിങ്ങളുടെ ശരീരത്തിലെ കെമിസ്ട്രിയാണോ? ചിലപ്പോൾ ആ ഉത്തരം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം.